Hello guys. Happy Kuwait's National Day and Liberation Day. ഇന്ന് ഞങ്ങൾ നാഷണൽ ഡേയും ലിബറേഷൻ ഡേയോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് കവർ ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ഡ്രോൺ ഷോ, ഫയർ വർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഹാലഫെബ് ആയതുകൊണ്ട് കുവൈറ്റിലെ എല്ലാ ബിൽഡിങ്സും ഈ ഇവിടുത്തെ കുവൈറ്റ് ഫ്ലാഗിന്റെ കളറിലാണ് മൊത്തം ഡെക്കറേഷൻ ഉള്ളത്. സോ അങ്ങനത്തെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ബാക്കി പ്രോഗ്രാംസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് വഴിയെ വ്ലോഗിൽ കാണാം അല്ലേ. സോ വെൽക്കം ടു പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് സിറ്റിയിലെ അൽ ഷഹീദ് പാർക്കിലാണ്. നാഷണൽ ഡേ ആയതുകൊണ്ട് ഈ ദിവസം എല്ലാ ബിൽഡിംഗ്സും കുവൈറ്റ് ഫ്ലാഗിന്റെ കളറിൽ അങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. എല്ലാ വർഷവും നാഷണൽ ഡേ ആൻഡ് ലിബറേഷൻ ഡേ ഒരു വലിയ സെലിബ്രേഷൻ ആണ് ഇവിടെ. കുവൈറ്റ് നാഷണൽ ഡേയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. പറഞ്ഞതുപോലെ എല്ലാ വർഷവും 25 ഫെബ്രുവരിയിലാണ് കുവൈറ്റ് നാഷണൽ ഡേ. ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള അൽ സലേം അൽ സബയുടെ ത്രോൺ അസെൻഷന്റെ മെമ്മറി ആയിട്ടും ബ്രിട്ടീഷ് റൂളിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസിന്റെ മെമ്മറി ആയിട്ടുമാണ് നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ ബ്രിട്ടീഷ് റൂൾ ചെയ്തിരുന്നത് പോലെയല്ല അന്നത്തെ കാലത്ത് കുവൈറ്റിനെ റൂൾ ചെയ്തിരുന്നത്. കുവൈറ്റ് ബ്രിട്ടീഷിന്റെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു, വിച്ച് മീൻസ് റൂളിംഗ് എല്ലാം കുവൈറ്റിന്റെ റോയൽ ഫാമിലിയും ഫോറിൻ അഫയേഴ്സ് ബ്രിട്ടീഷുമാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. It was like a contract between the countries. ഷെയ്ഖ് അബ്ദുള്ള അൽ സലേം അൽ സബയുടെ ലീഡർഷിപ്പിൽ 19 ജൂൺ 1961 ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്തത്. ജൂണിലായിരുന്ന നാഷണൽ ഡേ പിന്നെ എങ്ങനെ 25 ഫെബ്രുവരിയിലായി എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അത് മറ്റൊന്നും കൊണ്ടല്ല. It was changed to coincide with the anniversary of ഷെയ്ഖ് അബ്ദുള്ള അൽ സലേംസ് ascension and ജൂണിലെ ഇന്റൻസ് ഹീറ്റിൽ സെലിബ്രേഷൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടുമാണ്. ഇനി ലിബറേഷൻ ഡേ എന്താണെന്ന് വെച്ചാൽ അത് കുവൈറ്റിന് 1991 ഇറാഖി ഓക്യുപ്പേഷനിൽ നിന്ന് ഫ്രീഡം കിട്ടിയതിന്റെ മെമ്മറിയാണ്. A US-led coalition launched Operation Called Desert Storm, liberating Kuwait on 26 Feb 1991. അന്നത്തെ കുവൈറ്റി സോൾജേഴ്സിന്റെയും ഇന്റർനാഷണൽ ഫോഴ്സസിന്റെയും സാക്രിഫൈസസ് റിമെമ്പർ ചെയ്യാനാണ് ലിബറേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫയർ വർക്ക് ഷോ, അതുപോലെ പരേഡ്സ്, മിലിറ്ററി എയർ ഷോസ്, ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ഇവന്റ്സ്, ഡ്രോൺ ഷോസ് എല്ലാം ഈ നാഷണൽ ഡേ ആൻഡ് ലിബറേഷൻ ഡേയുടെ സെലിബ്രേഷന്റെ ഭാഗമാണ്. ഈ ലൊക്കേഷനിൽ മാത്രമല്ല, കുവൈറ്റിന്റെ വേറെയും ലൊക്കേഷൻസിലും ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു. ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു. This drone show was done by an Indian company called Boatlab Dynamics based in Delhi. About 1,500 drones and 15 engineers ഇതിന്റെ പാർട്ടായിരുന്നു. Can you imagine how beautiful and huge is this show? ഈ ഡ്രോൺ ഷോയുടെ പിറകിൽ ഒത്തിരി എഫേർട്സ് ഉണ്ട്. ഡിസൈനേഴ്സ് ആദ്യം ഓരോ കോൺസെപ്റ്റ്സ് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ഒരു 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ഡ്രോണിന്റെ ഫ്ലൈറ്റ് പാത്ത് ഡിസൈൻ ചെയ്യും. ദ ഡ്രോൺസ് മസ്റ്റ് ബി പൊസിഷൻ കെയർഫുള്ളി ടു അവോയ്ഡ് കൊലിഷൻസ്. ഓരോ ഡ്രോണിനും ഒരു യുണീക് ഫ്ലൈറ്റ് പാത്ത് ഉണ്ട്. GPS-ന്റെയും പ്രീ പ്രോഗ്രാം സോഫ്റ്റ്വെയറിന്റെയും ഹെൽപ്പിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. And most of the drones are equipped with LED lights that can change colors. ഡ്രോൺസിന്റെ ഫയർ വർക്ക് ഷോ കണ്ടോ? Isn't it amazing? ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആവും ഫയർ വർക്ക് ഷോ നടക്കുന്നത് അല്ലേ? 2 സെറ്റ് ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. സോ ഡ്രോൺ ഷോയ്ക്ക് ശേഷം നടന്ന സെക്കൻഡ് ഷോ ആണ് ഈ കാണുന്നത്. അതൊരു കലാശക്കൊട്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അറബിക് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്ന് പേടികൊണ്ടാണ് ഈ ഫയർ വർക്ക്സിന്റെ സൗണ്ട് ഒന്നും നിങ്ങളെ കേൾപ്പിക്കാത്തത്. ഫയർ വർക്ക് ഷോസും ഡ്രോൺ ഷോസും കൂടാതെ ഈ പാർക്കിൽ ഭക്ഷ്യ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റും ഉണ്ടായിരുന്നു.
ഭക്ഷ സ്ട്രീറ്റ് ഫുഡിന്റെ വ്ളോഗ് ഞങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരേ സംഭവം കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ആംബിയൻസ് കാണിച്ചു തരാത്തത് കേട്ടോ. പകരം ഞങ്ങൾ വേറൊന്ന് പ്ലാൻ ചെയ്തു, അത് വഴിയെ പറയാം. അങ്ങനെ ഫയർ വർക്ക് ഷോ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അൽ ഷഹീദ് പാർക്കിലൂടെ ഒന്ന് റൗണ്ട് അടിച്ചിരുന്നു കേട്ടോ. അൽ ഷഹീദ് പാർക്കിന്റെ വ്ളോഗും ഞങ്ങൾ മറ്റൊരു ദിവസം പ്രസന്റ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് ദ ലാർജസ്റ്റ് urban പാർക്ക് ഇൻ കുവൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. സോ ഇറ്റ് വിൽ ബി എ സെപ്പറേറ്റ് വ്ളോഗ്. ഭക്ഷ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിന് പകരം വി തോട്ട് ഓഫ് ഷോയിങ് യു ഭക്ഷാസ് ഫുഡ് ട്രക്ക് ഫെസ്റ്റിവൽ. ഈ ഫുഡ് ട്രക്ക് ഫെസ്റ്റിവലിന്റെ ലൊക്കേഷൻ ബിനീദർ എക്സിറ്റ് 258 റോഡിലാണ്. ഇത് കുവൈറ്റിലെ ലാർജസ്റ്റ് ഔട്ട്ഡോർ ഫുഡ് ഫെസ്റ്റിവൽ ആണ്. ആൻഡ് ആസ് ദി നെയിം സജസ്റ്റ്, ഫുഡ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ ട്രക്സ്. ഫുഡ് ട്രക്സ് ഞങ്ങൾ ഓരോന്നായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചുരോസിന്റെ ഫുഡ് ട്രക്ക് ഞങ്ങൾ കണ്ടത്. ചുരോസ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ്. അപ്പോൾ ചുരോസിന്റെ ഒരു പ്രിപ്പറേഷൻ കണ്ടാലോ? സോ ഞങ്ങൾ ചുരോസ് മേടിച്ചു, 2 ഫ്രഞ്ച് കോഫി മേടിച്ചു. ചുരോസ് പെർഫെക്റ്റ് ആണ്. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് മേടിക്കുന്നതാണ്. ഭയങ്കര ഷുഗറി അല്ല, എന്നാൽ നമുക്കിങ്ങനെ വീണ്ടും കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ചുരോസാണിത്. ഒരു ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളി ക്രൗഡഡ് ആയിട്ട് പാട്ടും ബഹളവും ഒരു വൈബ് തന്നെയായിരിക്കും അല്ലേ? പക്ഷെ അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നോ? ഇവിടെ യൂഷ്വലി ഫുഡ് ട്രക്ക് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, ഭയങ്കര വൈബായിരിക്കും. എല്ലാവരും കൂടി ആടി പാട്ടും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ് സാധാരണ ഉണ്ടാവാറ്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പതിവിലും ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ജീവിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റോളിൽ കയറിയ സമയത്ത് ഞങ്ങളിങ്ങനെ ചോദിച്ചു, ഇതെന്താ സംഭവം, ഇവിടെ ഒട്ടും ആളില്ലല്ലോ, എല്ലാം തീർന്നോ, എന്താണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, നാളെ മുതൽ റമദാൻ്റെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഒബ്വിയസ്ലി അറിയാമല്ലോ, ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് സംഭവമായിട്ട് ഇവരെല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ അതാണ്, ഇവിടെ ഒരു ജീവിയില്ല. ഞങ്ങളും കുറച്ച് കുവൈറ്റീസും ഇരിപ്പുണ്ട് ഇവിടെ. നാളെ തൊട്ട് പുറത്താരും കാണത്തില്ല. പിന്നെ ഫുഡും അവൈലബിൾ ആയിരിക്കില്ല ഡേ ടൈമിൽ. അപ്പം ഇനി മുതൽ വേറൊരു കുവൈറ്റ് ആവാൻ പോവുകയാണ്. കാരണം വിൻ്റർ ഇവൻറ്റ്സും ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് ഈ ഹാല ഫെബ് ടൈം അതായത് ഈ കുവൈറ്റ് നാഷണൽ ഡേ, ലിബറേഷൻ ഡേ സെലിബ്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കുവൈറ്റിൽ ഒരു കളർഫുൾ ഇവൻറ്റ്സ് ഒക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ഒരു റമദാൻ ഫാസ്റ്റിങ്ങിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ സമ്മറായി, അപ്പം സീസൺ മാറി. അപ്പം ആരും ഇതുപോലത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ വർഷം ഇനി വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. ഇനി അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അതെ പുതിയ എന്തെങ്കിലും കൊണ്ടുവരണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലും വരിക. കാരണം ഇവിടെ ഔട്ട്ഡോർ ഒരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ ഒരു ഓപ്പൺ അറ്റ്മോസ്ഫിയറിലൊന്നും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും എക്സ്ട്രീം ഹോട്ട് വെതറിലൊന്നും നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ദാറ്റ്സ് ഒബ്വിയസ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വിചാരിക്കുന്നത് പ്രോബ്ലി ഇൻഡോർ ആക്ടിവിറ്റീസ് എങ്കിലും അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതൊരു കുട്ടി വ്ളോഗാണ്. സോ ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജിത്ത് വ്ളോഗ്സ്. ബൈ.